പി ഡി സതീശൻ ഇന്ന് അവതരിപ്പിച്ച കേരളത്തിലെ ഇടക്കാല ബജറ്റിനെ വിലയിരുത്തുകയാണ്, അത് തന്നെ വിശകലനം ചെയ്യുകയാണ് ഈ ഒരു മണിക്കൂർ നേരം. നമ്മളോടൊപ്പം ഇനി സംസാരിക്കാൻ, ഈ ചർച്ചയിൽ സംസാരിക്കാനുള്ളത് ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ വി എസ് ജിതിൻ ദേവും അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യ വിദഗ്ധൻ ശ്രീ പ്രിൻസ് ജോർജുമാണ്. ശ്രീ വി എസ് ജിതിൻ ദേവ്, എങ്ങനെയാണ് ബി ജെ പി ഇന്നത്തെ ഈ ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനങ്ങളെയും ഈ ബജറ്റിന്റെ സമീപനങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്? എന്താണ് രാഷ്ട്രീയത്തിന് അപ്പുറം ബി ജെ പിക്ക് ഈ ബജറ്റിനോടുള്ള മൗലികമായ സമീപനം? ഗോപികൃഷ്ണൻ, ഇന്ന് പറയുന്ന പദ്ധതികളെല്ലാം ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ തർക്കങ്ങൾ ആരെ സംബന്ധിച്ചും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള നടപടികളാണ് ഈ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വാഗ്ദാന വിസ്മയങ്ങൾ മാത്രമായി ഈ ബജറ്റ് ചുരുങ്ങാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്ന സാഹചര്യമില്ല. കാരണം ഒരു ധവളപത്രം ഇറക്കിയ ഗവൺമെൻറ്റാണ് ഈ നാട് ഭരിക്കുന്നത്. ഖജനാവിൽ പൂച്ച കെട്ടിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നിനും പറയുമ്പോൾ ഇതൊക്കെ നടപ്പിൽ വരുത്തുവാൻ, ഈ പദ്ധതികളൊക്കെ സാധ്യമാക്കിയെടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള സംശയം പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നതിൽ തെറ്റു പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ശ്രീ പിണറായി വിജയൻ ഇരുന്ന കസേരയിൽ ഇപ്പോൾ സതീശൻ കയറിയിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ ചില പുതിയ കേരളം, നവകേരളം എന്നൊക്കെ ചില വാക്കുകൾ കൂടി ചേർത്ത്, ചില വാഗ്ദാനങ്ങൾ കൂടി ചേർത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നുള്ളത് മാത്രമാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ വി ഡി സതീശൻ പറഞ്ഞ നവകേരള സൃഷ്ടിക്ക്, പുതുയുഗ കേരളപ്പിറവിക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളൊന്നും തന്നെ, അല്ലെങ്കിൽ അതിനുള്ള വരുമാനം കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് ഒന്നും തന്നെയോ ഈ ബജറ്റ് ചർച്ച ചെയ്യുന്നില്ല, പറയുന്നില്ല എന്ന് പറയേണ്ടി വരും. നമ്മളുൾപ്പെടെ ഇന്ന് നമ്മുടെ ചാനൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് മിഷൻ സമുദ്ര എന്ന് പറയുന്ന പ്രൊജക്റ്റാണ്. 400 കോടി രൂപ അതിനു വേണ്ടിയിട്ട് വകയിരുത്തിയതിനെ സംബന്ധിച്ചാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് സാഗർമാല പദ്ധതി ഉണ്ട്. എന്താണ് പിന്നെ ഈ മിഷൻ സമുദ്ര എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 845ഓളം പ്രൊജക്റ്റുകളാണ് സാഗർമാല പദ്ധതിയുടെ കീഴിൽ കേരളത്തിലെ പോർട്ടുകൾ ഉൾപ്പെടെ കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട്, പോർട്ടുകളുടെ വികസനം ഉൾപ്പെടെ സാധ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കുവാൻ 6 ലക്ഷം കോടി രൂപ ചെലവഴിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ മിഷൻ സമുദ്ര? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിരുന്ന സംസ്ഥാന സർക്കാർ ചെയ്തതുപോലെ കേന്ദ്ര പദ്ധതികളെ പേര് മാറ്റി നടപ്പിലാക്കുക, പേര് മാറ്റി ജനങ്ങൾക്ക് മുമ്പിൽ റീബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. മലയാളം AI വേണ്ടിയിട്ട് 10 കോടി രൂപ വകയിരുത്തി എന്ന് പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മലയാള ഭാഷ, പ്രാദേശിക ഭാഷയിൽ മലയാള ഭാഷ പിന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഭാഷിണി AI ഉണ്ട്. എത്രയോ കാലം മുമ്പ് നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മലയാളമുണ്ട്. പിന്നെ എന്താണ് ഈ 10 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ഇങ്ങനൊരു പദ്ധതിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഇവർ നടപ്പിലാക്കും എന്ന് അവകാശപ്പെടുന്ന ഓരോ പദ്ധതികൾ നാം പരിശോധിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിൽ ഒന്നുകിൽ പേര് മാറ്റപ്പെടുക, അതല്ലെന്നുണ്ടെങ്കിൽ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി, അല്ലെങ്കിൽ വാഗ്ദാന വിസ്മയങ്ങൾ മാത്രമായി നിലനിന്നു പോകുന്ന കാര്യങ്ങളാണ്. മിഷൻ സമുദ്ര പദ്ധതിയെ കുറിച്ച് താങ്കൾക്കുള്ള എതിരഭിപ്രായങ്ങൾ എന്താണെന്നതിൽ എനിക്കൊരു വ്യക്തതയായിട്ടില്ല. കാരണം മിഷൻ സമുദ്ര പദ്ധതി വളരെ വിശദമായി തന്നെ ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാഗർമാല പദ്ധതി ഉണ്ട് കേന്ദ്രത്തിൻ്റെതെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ ഉദാഹരണത്തിന് മദർഷിപ്പ് നിർമ്മാണം, കപ്പൽ നിർമ്മാണ കേന്ദ്രം, കേരളത്തിന്റെ മാരിടൈം പോളിസിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളും അതിനോടുള്ള അനുബന്ധ വികസന പ്രവർത്തനങ്ങളും, ഇങ്ങനെ തുടങ്ങി ഭാവി കേരളത്തിൽ കുറെ കൂടി ഗുണകരമായ രീതിയിൽ മാറ്റിത്തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൃഹത് പദ്ധതി എന്ന നിലയിലാണല്ലോ ഈ മിഷൻ സമുദ്ര പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് സാഗർമാല പദ്ധതിയുടെ തുടർച്ചയാണെന്ന് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിഴലാണെന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ, എന്താണ് സാഗർമാല പദ്ധതി? അങ്ങ് അത് പരിശോധിക്കണം. 6 ലക്ഷം കോടി രൂപ മുടക്കിൽ രാജ്യത്തെ തുറമുഖങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട്, കണക്ടിവിറ്റി ഉറപ്പാക്കിക്കൊണ്ട്, തുറമുഖങ്ങളുടെ വികസനം ഉറപ്പുവരുത്തിക്കൊണ്ട്, പോർട്ടുകളുടെ നവീകരണം, കപ്പൽ നിർമ്മാണശാലകൾ അടക്കമുള്ള പദ്ധതികളാണ് സാഗർമാല പ്രൊജക്റ്റിൽ പറയുന്നത്. അങ്ങ് പരിശോധിക്കാൻ തയ്യാറാണോ സാഗർമാല പ്രൊജക്റ്റ്? അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ആൾറെഡി രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട തുറമുഖങ്ങളും അല്ലെങ്കിൽ അപ്രധാന തുറമുഖങ്ങളും എല്ലാം ആ പദ്ധതിയുടെ ഭാഗമാണ്. അവിടെയാണ് ഈ മിഷൻ സമുദ്ര എന്ന തരത്തിൽ ഒരു പദ്ധതിയുടെ പേരിട്ടുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സാഗർമാല പദ്ധതിയുടെ അനക്സ് തന്നെയാണ് മിഷൻ സമുദ്ര പദ്ധതി. പണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന വന്ന സമയത്ത് ലൈഫ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവിടെ നേരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ തൽക്കാലം അതിനെ കാണാൻ സാധിക്കൂ. അല്ലെങ്കിൽ അതിന്റെ പ്രൊജക്ട് പുറത്തോട്ട് വരട്ടെ, അപ്പം നമുക്കത് പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കാം. അപ്പോൾ സാഗർമാല പദ്ധതി എന്നൊരു പദ്ധതി ഈ രാജ്യത്തുണ്ട്.
അപ്പം അതിനകത്തൊരു മിഷൻ സമുദ്ര എന്ന എൻ്റെയും കൂടി സാധനം ഇരിക്കട്ടെ എന്നതിൽ ഒരു മിഷൻ സമുദ്രം കൂടെ കയറ്റി വെച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ആ വാദങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ ഞാൻ അത് പഠിച്ചതിന് ശേഷം അങ്ങേക്ക് പറയാം. അതുകൊണ്ട് ഞാൻ മിഷൻ സമുദ്ര പദ്ധതി എതിർത്തു അങ്ങ് ചിന്തിക്കരുത്. നല്ല പദ്ധതികൾ കേരളത്തിൽ വരണം, കേരളത്തിൽ വികസനം ഉണ്ടാവണം. പക്ഷേ ഇതൊന്നും സാധ്യമാക്കുന്ന സാഹചര്യങ്ങളില്ല. നോക്കുക, ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞ വാചകമാണല്ലോ, ബ്രെയിൻ ഡ്രെയിനേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിഭാ ചോർച്ച ഉണ്ടാകുന്നു. എന്താണ് ഇവിടെ നടത്താൻ പോകുന്ന പദ്ധതി? 100 ദിവസത്തിനുള്ളിൽ ഞാനൊരു പദ്ധതി പ്രഖ്യാപിക്കും, ആ പദ്ധതിയിലൂടെ കേരളത്തിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന സാഹചര്യം ഞാൻ ഇല്ലാതാക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഒരു പോഡ്കാസ്റ്റിൽ. എല്ലാവരും ആവേശത്തോടെ കേട്ടുന്ന ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല, വെറുതെ കുറെ വാഗ്ദാനങ്ങൾ പറയുന്നു. കഴിഞ്ഞ ബജറ്റിൽ നേരത്തെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് സമയത്ത് ശ്രീ VD സതീശൻ ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ രേഖ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്, വാഗ്ദാന വിസ്മയങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ കേരളത്തിന്റെ പുതുയുഗ കേരള പിറവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയിട്ടില്ല. 2, ഇവിടെ കിഫ്ബിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. നോക്കി, കിഫ്ബി പദ്ധതികളുടെയൊക്കെ ഭാവി എന്താണ് അറിയാൻ ജനത്തിന് ആഗ്രഹങ്ങളില്ലേ? എത്രയോ പദ്ധതികളാണ് കിഫ്ബിയുടെ അണ്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബിയെ നമുക്ക് അങ്ങനെ വെള്ളപൂശാനൊന്നും സാധിക്കില്ല. കിഫ്ബിയുടെ തട്ടിപ്പ് ED കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നത്. വലിയ ബാധ്യത സംസ്ഥാനത്തിനുണ്ട്. അതൊക്കെ നമുക്ക് അതിനെ വെള്ളപൂശാൻ സാധിക്കില്ല. പക്ഷേ ഈ പദ്ധതികളുടെ ഭാവി എന്താണ്? മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതികൾ എങ്ങനെ പൂർത്തീകരിക്കും? ഇതിനാവശ്യമായുള്ള പണം എവിടുന്ന് കണ്ടെത്തും? ഇപ്പൊ അതേപോലെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കും, 100 ദിവസം കൊണ്ട് നടപ്പിലാക്കും എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ധാരാളമുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞ്, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ? 3000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറയും, പറയാൻ സാധിക്കുന്നുണ്ടോ? ഒന്നും സാധിക്കുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഞങ്ങൾക്ക് സമയം വേണമെന്ന് പറയുമ്പോൾ 100 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും എന്ന് പറഞ്ഞത് ഇവർ തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ കുറച്ചുകൂടെ കൂടിയ വാഗ്ദാനങ്ങൾ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത്, രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറത്ത് പ്രഖ്യാപനങ്ങൾ നോക്കുമ്പോൾ വലിയത്, അതിന് വകയിരുത്തിയ തുക നോക്കുമ്പോൾ എലിയെ പോലെ എന്നുള്ള അവസ്ഥയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.